മഴതോരും മുൻപേ സീരിയല് മുട്ടിടിച്ച് റേറ്റിംഗിൽ താഴോട്ട് വന്നിരിക്കുകയാണ്. പൊസിഷൻ താഴെ ഇടിഞ്ഞു വീണിരിക്കുന്നു. പവിത്രം വെട്ടിച്ച് മുകളിൽ കയറിയിരിക്കുകയാണ്. സാന്ത്വനം 2 വെട്ടിച്ച് മുകളിൽ കയറി. അഡ്വക്കേറ്റ് അഞ്ജലിയും ഇടിഞ്ഞ് താഴെ വീണു. ടോപ്പ് 3 ചെമ്പനീർപ്പൂ ഇപ്പോഴും നമ്പർ 1 പൊസിഷനോടുകൂടി നിൽക്കുന്നുണ്ട്. കാറ്റത്തെ കിളിക്കൂട് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാതെ നിൽക്കുന്നുണ്ട്. TRP വന്നിരിക്കുകയാണ്. വീക്ക് 12 TRP വിശേഷങ്ങളിലോട്ട് നമുക്ക് പോവാം. പരമ്പരകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഞ്ചോടിഞ്ച് മത്സരമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഴതോരും മുൻപേ ഫാൻസ് ഒക്കെ എനിക്ക് തോന്നുന്നു ഇന്ന് കമന്റ് ബോക്സ് കിടന്ന് കത്തിക്കുമെന്ന്. കാരണം അവരുടെ സീരിയലിന്റെ റേറ്റിംഗ് കുറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ട് മഴതോരും മുൻപേടെയൊക്കെ ആൾക്കാർ ഭയങ്കര കത്തിക്കലാണ്. കാരണം അത്രയ്ക്കും ഫേവറേറ്റ് സീരിയലാണ്. പിന്നെ ബാക്കിയുള്ള സീരിയലൊക്കെ എങ്ങനെ ഇത്രയും അടിപൊളി കഥ മഴതോരും മുൻപെയാണ്, പിന്നെ ബാക്കിയുള്ള സീരിയലൊക്കെ എങ്ങനെ റേറ്റിംഗ് കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കമന്റ് ബോക്സിലെ ചർച്ചകൾ. അത് ഏഷ്യാനെറ്റിന്റെ കമന്റ് ബോക്സിലെ അങ്ങനെയാണ്. എന്തൊക്കെയാണ് ഈ ആഴ്ചയിലെ TRP അപ്ഡേറ്റുകൾ പറയാം. വെൽക്കം ബാക്ക് ടു മൂൺലൈറ്റ് മീഡിയ മാക്സ്. ഞാൻ അൻസിഫാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. എൻ്റെ FB ഇൻസ്റ്റയും ഫോളോ ചെയ്യാൻ മറക്കരുത്. ഇതുപോലത്തെ വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് വീഡിയോ ഹൈപ്പും ചെയ്യണം. അപ്പോൾ 12ാം ആഴ്ചയിലെ റേറ്റിംഗ് ആണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. 12ാം ആഴ്ച എന്ന് പറയുമ്പോൾ മാർച്ച് 21 മുതൽ മാർച്ച് 27 വരെയുള്ള സീരിയലുകളുടെ റേറ്റിംഗ്. അപ്പോൾ ഇന്ന് മുതലാണ് നമ്മൾ ഈ സീരിയൽ റേറ്റിംഗിന്റെ ചർച്ച സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 1ാം പൊസിഷനിലെ ചെമ്പനീർ പൂവാണ്. കഴിഞ്ഞ ആഴ്ചയും 1ാം പൊസിഷനിലെ ചെമ്പനീർ പൂവ് തന്നെയായിരുന്നു. 15 പോയിന്റാണ് ഇത്തവണ കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയും സെയിം 15 പോയിന്റാണ്. അതായത് യാതൊരു രീതിയിലും ഒരു മാറ്റവും വന്നിട്ടില്ല. ആ 1ാം സ്ഥാനം അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് നമ്പർ 1 പൊസിഷനിൽ ചെമ്പനീർ പൂവ് അതുപോലെ തന്നെ ഉണ്ട്. നിങ്ങൾ പറയേ, ചെമ്പനീർ പൂവിന് 1ാം സ്ഥാനം അർഹതപ്പെട്ടതാണോ? പലരും കമന്റ് ബോക്സുകളിൽ പറയുന്നത് ഞാൻ കേട്ടിട്ട് എന്തോന്ന് ഇത് ചീഞ്ഞ പൂവ് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാനപ്പോൾ ആലോചിക്കും ഈ ഒരു സീരിയലുകൾക്കൊക്കെ ഇത്രയും ഹേറ്റോ എന്ന്. അടുത്ത് 2ാം പൊസിഷനിൽ കാറ്റത്തെ കിളിക്കൂടാണ്. കഴിഞ്ഞ ആഴ്ചയും 2ാം പൊസിഷനിൽ തന്നെയായിരുന്നു. പക്ഷേ TRPയിൽ ഇടിവ് വന്നിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ആഴ്ച 14.7 പോയിന്റുകൾ ഉണ്ടായിരുന്നേ. ഇത്തവണ 14.4 ഉള്ളൂ. കുറച്ച് പോയിന്റുകളുടെ വ്യത്യാസമാണ്. എന്നിരുന്നാലും ഇടിവ് തന്നെയാണ്. അപ്പോൾ കാറ്റത്തെ കിളിക്കൂടിന് ഇപ്പോൾ ഭയങ്കരമായിട്ട് ഫാൻസ് കൂടി വരുവാണ്, പ്രത്യേകിച്ച് അതിൻ്റെ ഒരു ടൈം സ്ലോട്ടിൽ. അടുത്ത് 3ാം പൊസിഷനിൽ പത്തരമാറ്റാണ്. പത്തരമാറ്റിനെയും ഭയങ്കരമായ നെഗറ്റീവാണ് കമന്റ് ബോക്സുകളിൽ കാണുന്നത്. പത്തരമാറ്റം കഴിഞ്ഞ ആഴ്ചയും 3ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. പക്ഷേ TRP കൂടിയിട്ടുണ്ട്, റേറ്റിംഗ് കൂടിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ആഴ്ച 13.4 ആയിരുന്നു, ഇപ്പോൾ 14 അപ്പോഴത്തേക്കും അതിന്റെ റേറ്റിംഗ് കൂടി. 3ാം സ്ഥാനത്ത് തന്നെയായിരുന്നു കഴിഞ്ഞ ആഴ്ചയെങ്കിൽ റേറ്റിംഗ് കൂടി. അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പം കാറ്റത്തെ കിളിക്കൂടിന്റെ കൂടെ ഒരു ഇഞ്ചോടിഞ്ച് മത്സരം ആയിരിക്കും പത്തരമാറ്റ്. അപ്പോൾ അടുത്ത 4ാമത്തെ പൊസിഷനിൽ പവിത്രമാണ്. പവിത്രം കയറി, പൊസിഷനും കയറി, TRPയും കയറിയിട്ടുണ്ട്. പൊസിഷനും TRP എല്ലാം പവിത്രം കയറിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ആഴ്ചയിൽ 5ാമത്തെ പൊസിഷനിലായിരുന്നു പവിത്രം നിന്നിരുന്നത്. ഇപ്പൊ 4ാമത്തെ പൊസിഷൻ എത്തി. മാത്രമല്ല കഴിഞ്ഞ ആഴ്ച 12.5 പോയിന്റ് ആയിരുന്നു, ഇത്തവണ 13 പോയിന്റായി. അപ്പൊ പോയിന്റ് വൈസിലായാലും പൊസിഷൻ വൈസിലായാലും പവിത്രം കയറിയിട്ടുണ്ട്. തീപ്പൊരി ആട്ടമാണ്. പവിത്രവും പത്തരമാറ്റും കൂടെ ആയിരിക്കും ഇനിയിപ്പോൾ അടുത്ത പൊരിഞ്ഞ മത്സരം നടക്കുന്നത്. 5ാം സ്ഥാനത്തോട്ട് മഴതോരും മുൻപെയാണ് എത്തിയിരിക്കുന്നത്. ശരിക്കും ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. കാരണം മഴതോരും മുൻപേക്കാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആരാധകർ കമന്റ് ബോക്സുകളിൽ കിടന്ന് പ്രശ്നം വരെ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. 5ാം സ്ഥാനത്തോട്ട് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച 4ാം സ്ഥാനത്തായിരുന്നു. TRP റേറ്റിംഗിന്റെ കേസിലാണെങ്കിലും പൊസിഷന്റെ കേസിലാണെങ്കിലും എല്ലാത്തിലും കുത്തനെ താഴോട്ടാണ് വന്നിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ആഴ്ച 12.6 ഉണ്ടായിരുന്ന സീരിയലാണിത്, ഇപ്പോൾ 12.3 ആയി. 4ാം സ്ഥാനത്തുണ്ടായിരുന്ന സീരിയൽ ഇപ്പോൾ 5ാം സ്ഥാനത്ത് വന്നു. അപ്പോൾ എല്ലാം കൊണ്ടും ആ സീരിയലിന് ഏതാണ്ട് കണ്ടകശനി സമയമാണ്. കയറി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മഴതോരും മുൻപേ ആണല്ലോ. അടുത്ത് 6ാം സ്ഥാനത്ത് ഈ പുഴയും കടന്നാണ്. കഴിഞ്ഞ ആഴ്ചയും 6ാം സ്ഥാനത്ത് തന്നെ ആയിരുന്നു. അപ്പോൾ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, പക്ഷേ കയറി വരുന്നുണ്ട്. TRPയിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. കാരണം കഴിഞ്ഞ ആഴ്ച 9.5 ആയിരുന്നു പോയിന്റ്, ഇപ്പൊ 10.1 ആയി. അപ്പം അതിനകത്തും ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അടുത്ത് 7ാം സ്ഥാനത്ത് സാന്ത്വനം 2 ആണ്. സാന്ത്വനം 2 കയറുന്നുണ്ട്. ആൾക്കാർ ചവറ്റുകുട്ടയിൽ ഇട്ട് തുടങ്ങിയിട്ടില്ല. കഴിഞ്ഞ ആഴ്ച 8ാം സ്ഥാനത്തായിരുന്നു, അതിൽ നിന്ന് ഇപ്പോൾ 7ാം സ്ഥാനത്തോട്ട് കയറി വന്നിട്ടുണ്ട്. പിന്നെ 5.9 പോയിന്റ് ആയിരുന്നു കഴിഞ്ഞ ആഴ്ച. ഇപ്രാവശ്യം 7 പോയിന്റിലോട്ട്, 1 പോയിന്റിന് മുകളിൽ പോയിന്റ് ഇൻക്രീസ് ഈ പറയുന്ന സാന്ത്വനം 2 വന്നിട്ടുണ്ട്. അപ്പം അത് പൊസിഷൻ വൈസ് ആയാലും TRP വൈസ് ആയാലും ഒരു ഇൻക്രീസ് സാന്ത്വനം 2 വന്നിട്ടുണ്ട്. അടുത്ത് 8ാം പൊസിഷനിലോട്ട് അഡ്വക്കേറ്റ് അഞ്ജലി തള്ളപ്പെട്ടു. കഴിഞ്ഞ ആഴ്ച 7ാം പൊസിഷനിലായിരുന്നു, പക്ഷെ TRP ബേസ് കൂടിയിട്ടുണ്ട്. പക്ഷെ 8ാം പൊസിഷനിലോട്ട് തള്ളപ്പെട്ടു. കഴിഞ്ഞ ആഴ്ച 6.3 ആയിരുന്നു. പക്ഷേ ഇപ്പം 6.4 ആയിട്ടുണ്ട്. TRP ഒക്കെ കൂടിയിട്ടുണ്ട്. പക്ഷേ 7ാം സ്ഥാനത്തോട്ട് ഉണ്ടായിരുന്ന സീരിയൽ 8ാം സ്ഥാനത്തോട്ട് തള്ളപ്പെട്ടു. അടുത്ത് 9ാം സ്ഥാനത്തിൽ നമ്മുടെ ടീച്ചറമ്മയാണ്.
ടീച്ചറമ്മ കഴിഞ്ഞ ആഴ്ച 9ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. പോയിന്റുകളിൽ യാതൊരു വിധ വ്യത്യാസവും കഴിഞ്ഞ ആഴ്ച ഈ ആഴ്ചയില്ല. 3.6 ആണ് കഴിഞ്ഞ പ്രാവശ്യം, ഇപ്രാവശ്യം 3.6 തന്നെയാണ്. അടുത്ത് 10ാം സ്ഥാനത്ത് സ്നേഹക്കൂട്ടാണ്. 10ാം സ്ഥാനത്ത് തന്നെയായിരുന്നു കഴിഞ്ഞ ആഴ്ചയും. പക്ഷെ TRPയിൽ കുറച്ചൊന്ന് കൂടുതൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച 3.3, ഇപ്പോൾ 3.4. അപ്പോൾ കൂടിയിട്ടുണ്ട്, TRP വൈസ് കൂടിയിട്ടുണ്ട്. 11ാമത്തെ സ്ഥാനത്ത് ഇഷ്ടം മാത്രമാണ്. 3.10, 3.1 ആയിരുന്നു ലാസ്റ്റ്, ഇപ്പോൾ 3.2. അതിലൊരു കൂടുതൽ ചെറിയൊരു പോയിന്റ് വ്യത്യാസം വന്നിട്ടുണ്ട്. 11ാം സ്ഥാനം തന്നെയായിരുന്നു കഴിഞ്ഞ ആഴ്ചയും. അപ്പോൾ വ്യത്യാസമൊന്നും വലിയ രീതിയിൽ വന്നിട്ടില്ല, പക്ഷേ പോയിന്റുകളിൽ കൂടിയിട്ടുണ്ട്. അടുത്ത് മനോരോഗം 3.1 ആണ് ഈ ആഴ്ച കിട്ടിയിരിക്കുന്ന പോയിന്റ്. കഴിഞ്ഞ ആഴ്ച 2.7 ആയിരുന്നു. ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട് കേട്ടോ, ഇമ്പ്രൂവ്മെന്റ് ഒക്കെ വന്നിട്ടുണ്ട്. സീരിയലൊക്കെ അവസാനിക്കാൻ പോലെ ഇപ്പോൾ ആൾക്കാർ എന്താണ് ഇവർ ഈ മനോരോഗത്തിലെ ഒരു നല്ല രോഗം വന്ന അവസാനം നല്ല എൻഡിങ് ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ച ആൾക്കാർ കാണുന്നുണ്ടായിരിക്കും. സെയിം തന്നെയാണ് പൊസിഷൻ, 12ാമത്തെ പൊസിഷനാണ്, അവസാനത്തെ പൊസിഷനാണ്, ഏറ്റവും കൂടുതൽ എപ്പിസോഡുകളുള്ള സീരിയലാണ്. എന്നാലും ആൾക്കാർക്ക് വേണ്ട, ആൾക്കാർ തുപ്പി ഇറങ്ങിയിരിക്കുകയാണ്. എന്നാലും കുഴപ്പമില്ല. 3.1 പോയിന്റ് ഏഷ്യാനെറ്റിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പോയിന്റ് തന്നെയാണത്. അല്ല, ബാക്കിയുള്ള ചാനൽസിനെ സംബന്ധിച്ചിടത്തോളം നല്ല പോയിന്റ് തന്നെയാണ് 3.1. അപ്പോൾ ഇതാണ് എനിക്ക് ഈ ആഴ്ചത്തെ റേറ്റിംഗിന്റെ കേസിൽ പറയാനുള്ളത്. ഒന്നുകൂടെ പറയാം. ചെമ്പനീർ പൂവ്, കാറ്റത്തെ കിളിക്കോട്, പത്തരമാറ്റ്, പവിത്രം, മഴതോരും മുൻപേ, ഈ പുഴയും കടന്ന്, സാന്ത്വനം 2, അഡ്വക്കേറ്റ് അഞ്ജലി, ടീച്ചറമ്മ, സ്നേഹക്കൂട്ട്, ഇഷ്ടം മാത്രം, മൗനരാഗം. ഇത്രയാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് എന്താണ് തോന്നിയിരുന്നത്? ഈ ആഴ്ചത്തെ റേറ്റിംഗ് വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നാണ് നിങ്ങൾ പ്രതീക്ഷ എന്നുള്ളത് മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. ഇതിനകത്ത് 1ാം സ്ഥാനത്ത് 1, 2, 3 പൊസിഷനിൽ ചെമ്പനീർ പൂവും, കാറ്റത്തെ കിളിക്കൂടും, പത്തരമാറ്റും ഒക്കെ ഉണ്ട്. പക്ഷെ അതിനകത്തേക്ക് വരാനുള്ള ഒരു ക്വാളിറ്റി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മഴതോരം മുൻപേക്ക് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം പത്തരമാറ്റിനെയും ആൾക്കാർ, ഞാൻ കണ്ടിട്ടുള്ളതിൽ പത്തരമാറ്റിനും ചെമ്പനീർ പൂവിനും ഭയങ്കരമായിട്ടുള്ള അറ്റാക്കാണ് കമന്റ് ബോക്സുകളിൽ. മൗനരാഗത്തിന് ആൾക്കാർ വിട്ടു, ആൾക്കാർ തള്ളി ഇറങ്ങി അതിനെ. മൗനരാഗത്തിന് ഭയങ്കര അറ്റാക്ക് ഉണ്ടായിരുന്നു ഇവിടെ. പക്ഷേ ഇപ്പം ആൾക്കാർക്ക് തീരാറായതുകൊണ്ട് ആൾക്കാർ അതിൻ്റെ മണ്ടേ കയറാൻ പോകുന്നില്ല, തീർന്ന് കിട്ടുമല്ലോ. പക്ഷേ ഇപ്പം ചെമ്പനീർ പൂവിനും പത്തരമാറ്റിനുമാണ് ആൾക്കാർ ഭയങ്കര നെഗറ്റീവ് അടി എന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റിന്റെ കമന്റ് ബോക്സ് തുറന്നു കഴിഞ്ഞാൽ അറിയാം. പക്ഷെ സപ്പോർട്ട് കൊടുക്കുന്ന 3 സീരിയൽ, കാറ്റത്തെ കിളിക്കോട്, പവിത്രം, പിന്നെ മഴതോരും മുൻപേ, പിന്നെ ഈ പുഴയും കടന്നതിനും ആൾക്കാർ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഈ 4 സീരിയലുകളും 4 വെറൈറ്റി ടോപ്പിക്കാണെന്നും വെറൈറ്റി സാധനങ്ങളാണെന്നാണ് ആൾക്കാരുടെ ഒപ്പീനിയൻ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ സീരിയലിന്റെ അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പം തന്നെ മടിക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ FB ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക, വീഡിയോ ഹൈപ്പ് ചെയ്യുക. അടുത്ത ആഴ്ചത്തെ റേറ്റിംഗ് വിശേഷങ്ങളായിട്ട് വരാം, മറ്റ് സീരിയൽ അപ്ഡേറ്റുകളായിട്ട് വരാം. അതുവരേക്കും ബൈ.